ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എങ്ങനെ സോഫ്റ്റായ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിൽ ഒരല്പം ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. അതിനുശേഷം നല്ല തിളക്കുന്ന വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് നമുക്കത് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ ചപ്പാത്തിക്കുള്ള മുട്ടക്കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കുറച്ച് സമയം വേവിക്കാം. വെന്ത് വന്നതിന് ശേഷം ഇതിൽ നിന്ന് പകുതി എടുത്ത് നമുക്ക് തേങ്ങയുടെ കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾ, മുളക് പൊടികൾ ചേർത്ത് കൊടുത്ത് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി വേവിക്കണം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, വീട്ടിൽ പൊടിച്ച മല്ലിപ്പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അരച്ചെടുത്ത കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 പുഴുങ്ങിയ മുട്ടയുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇത്ര സിമ്പിളായിട്ട് മുട്ടക്കറി റെഡിയായി. നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയാണ്. ഒരല്പം ഗരം മസാല പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. ഇതാ ഉരുളകളാക്കി വെച്ച ചപ്പാത്തി സാധാരണ നമ്മൾ പരത്തുന്നത് പോലെ തന്നെ പരത്താം. അതിന് ശേഷം നന്നായി പരത്തി, കുറച്ച് വലിയ ഉരുളകളാണ് ആക്കി വെച്ചത്. ഇത് മടക്കി എടുക്കേണ്ടത് കൊണ്ട് തന്നെ അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുത്തിട്ട് നന്നായി ഒന്ന് പുരട്ടിയതിന് ശേഷം ഇങ്ങനെ 4 മടക്കി നന്നായി ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെയാണ് ഞാൻ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഉരുളകളും ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കണം. പിന്നെ ഈ ചൂട് വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കുമ്പോൾ തന്നെ ഈ ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. പിന്നെ നമ്മൾ ചുടുന്ന സമയത്ത് പൊങ്ങി വരികയും ചെയ്യും. പിന്നെ അധികം എണ്ണയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇതിപ്പോൾ മടക്ക് ചപ്പാത്തി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാക്കുന്നത്. സാധാരണയുള്ള ചപ്പാത്തികൾക്ക് ഞാൻ എണ്ണ അധികം ഉപയോഗിക്കാറില്ല. പിന്നെ നമ്മൾ ചുടുന്ന കല്ലിനും അങ്ങനെ എണ്ണ ആക്കി കൊടുക്കാറില്ല. അതാ ഇതുപോലെയാണ് ഞാൻ ആക്കിയത്. ഒരല്പം എണ്ണ മാത്രമാണ് തേച്ച് കൊടുക്കുന്നത്. നന്നായി ഒന്ന് എല്ലാ സ്ഥലത്തും പുരട്ടി കൊടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി ഒരല്പം ഇവിടെ കൂടി എണ്ണ ചേർത്തിട്ട് ഒന്ന് നന്നായി പരത്തിയെടുക്കാം. ഒരു തുള്ളി എണ്ണ മാത്രം. അതിന് ശേഷം ഇത് 4 വശവും മടക്കി ഇതുപോലെ പരത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് കല്ല് ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചപ്പാത്തി ചുട്ടെടുക്കാം. എണ്ണയൊന്നും ഞാൻ കല്ലിൽ ഒഴിക്കുന്നില്ല. അപ്പോൾ ഓരോ ഭാഗം ചൂടാവുന്നതിനനുസരിച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കും. നന്നായി പൊങ്ങി വരുന്നത് കാണുന്നില്ലേ നിങ്ങൾ? ഇതിപ്പോൾ 4 ലെയറായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ പൊളിച്ച് കഴിക്കാൻ കിട്ടും. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഞാനിത് ചുട്ട് എടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റും കൂടിയാണ്. പിന്നെ ഇത് നമ്മൾ ചുട്ടതിന് ശേഷം നമ്മൾ പുറത്ത് വെക്കരുത്. നമ്മൾ ചൂടാറ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായി പൊങ്ങി വരുന്നുണ്ട്. ബാക്കിയുള്ള ചപ്പാത്തിയും കൂടി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഇതാ കാണുന്നില്ലേ? ഇതാ ഇങ്ങനെ പൊളിക്കുമ്പോൾ തന്നെ 4 ലെയറായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ചപ്പാത്തി കിട്ടും. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും കാണും വരെ താങ്ക് യു.